ഇസ്മി കളിയുടെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാനും എൻ്റെ മരുമോളും കൂടി ചേർന്ന് ചൈനീസ് നൂഡിൽസും ചിക്കൻ ഫ്രൈയും കൂടി നിങ്ങളെ പരിചയപ്പെടുത്തുന്നതാണ്. എല്ലാവർക്കും അതിലേക്ക് സ്വാഗതം. ഞാനിപ്പോൾ അത് എല്ലാ നൂഡിൽസും നമുക്ക് ഉണ്ടാക്കി ഇതൊക്കെ കാണിച്ചു തരാം. നമുക്ക് ഇത് നൂഡിൽസ് നമ്മൾ അല്പം ചുടുവെള്ളത്തിലിട്ടിട്ട് ഒന്ന് വേവിച്ചെടുത്ത നൂഡിൽസാണ്. അത് അധികം വേവാതെ വേഗം നമ്മൾ വെള്ളത്തിൽ നിന്ന് ഊറ്റിയെടുത്ത് എണ്ണ വരട്ടി വെച്ചതാണ്. ഇനി ഇതിലേക്ക് അല്പം നമ്മളൊരു ഷേജ്വാൻ ചട്നി മാർക്കറ്റ് നമുക്ക് ഷേജ്വാൻ ചട്നിയാണത്. ഇത് നമുക്ക് മോളിലെല്ലാം അവൈലബിളാണ്. അപ്പോൾ നമ്മളിവിടെ ചിങ്സ് ആണ് യൂസ് ചെയ്യുന്നത് അല്ലേ? ചിങ്സ്. അതേപോലെ തന്നെയാണത് സോയാ സോസ്. ഇത് സോയാ സോസ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ നമുക്ക് കിട്ടും. ഇതൊന്നിന് അത് നമ്മളിങ്ങനെ പാത്രത്തിൽ ഇങ്ങനെയൊക്കെ വെച്ചാൽ ഇതിലെന്നുള്ളത് അജിനോമോട്ടയാണ്. ഇത് അജിനോമോട്ട അത് മാർക്കറ്റിൽ നമുക്ക് കിട്ടുന്നതാണ്. അതൊരു ടേസ്റ്റ് മേക്കർ അല്ലേ? അതൊരു ടേസ്റ്റ് മേക്കറാണ് നമുക്ക്. പിന്നെ അത് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ പച്ചമുളകും കൂടി അത് ചേർത്ത് വെച്ച ഒന്നിച്ച് ചതച്ച് വെച്ചിട്ടുള്ള വിനെഗർ ഒഴിക്കുന്നില്ലേ? വിനെഗർ ചേർത്ത് അരച്ച് വെച്ചതാണ്. വിനെഗറും കൂടി ചേർത്തിട്ടാണ് അത് അരച്ച് വെച്ചിരിക്കുന്നത്. ഇത് നമ്മൾ നൂഡിൽസിലേക്ക് കുറേശ്ശെ ചേർത്തിട്ട് മിക്സ് ആക്കും. ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ശേഷം അവസാനം മിക്സ് ആക്കാം. ആദ്യം നമുക്കിതിൽ ഈ ചട്നി മിക്സ് ആക്കാം. നമ്മൾ മീനൊക്കെ നമ്മൾ മസാല തേച്ച് വെക്കുന്ന പോലെ തന്നെ നമ്മളിത് മിക്സ് ആക്കാം. നമുക്ക് തയ്യാറാക്കിയിട്ട് എത്ര സ്പൂൺ എടുത്തിട്ടുണ്ട് സോയ സോസ്? അത് സോയാ സോസ് 1 സ്പൂൺ, ഒരു പാക്കറ്റ് നൂഡിൽസിന് വേണ്ടിയിട്ട്. ചട്നി നമ്മൾ 2 സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി അല്പം നമുക്ക് ഈ അജിനോമോട്ടോ ചുറ്റാണ്. അല്പം ഉപ്പും കൂടി നമുക്ക് ചേർക്കണം അതിനോട്ട്. അത് നമുക്ക് നമ്മൾ അവസാനം ഫ്രൈ ചെയ്യുമ്പോൾ അതിലോട്ട് നമുക്ക് മിക്സ് ആക്കാൻ പറ്റും. നമുക്ക് ഇത് നമുക്ക് കൈകൊണ്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കണം. അല്പസമയം നേരം അങ്ങനെ തേച്ചപ്പോൾ നമ്മൾ മസാല മീനെല്ലാം തേക്കുന്ന പോലെ ഒന്ന് റെഡിയാക്കി വെച്ചാൽ മതി. പക്ഷെ വലിയ വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ ചട്ടി ഇട്ടിട്ടല്ലേ ഭയങ്കര എയറിലൊക്കെ കുലുക്കിയിട്ടല്ലേ എന്താ മിക്സ് ചെയ്യാറില്ല? ഇത് നല്ല എക്സ്പീരിയൻസ് ആൾക്കാരാണ്. അവർക്ക് പിന്നെ കടയുടെ മുന്നിൽ നിന്നൊക്കെ മേടിക്കുമ്പോൾ ആൾക്കാർ കാണുന്നതിന് വേണ്ടിയിട്ട് അവർ കുറേയൊക്കെ അങ്ങനെ ഒരു ഷോ ഒക്കെ കളിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നല്ലേ, അപ്പോൾ നമുക്കത് നമ്മളെ കയ്യിൻ്റെ ഒരു ഇതിന് വേണ്ടി കാണിക്കാം. അങ്ങനെ മിക്സാക്കി നമുക്ക് ഇളക്കലും മിക്സാക്കലും കൂടി ഒന്നിച്ച് കിടക്കില്ല. അപ്പോൾ നമ്മൾ നമ്മുടെ സൗകര്യപ്രകാരം നമുക്ക് ഇങ്ങനെ ആക്കിയാലും ഇതൊരു അരമണിക്കൂറോ 10 മിനിറ്റോ എത്രയും നിങ്ങൾ കുറച്ച് നേരം അതിങ്ങനെ ഇതാക്കി വെച്ചതിന് ശേഷം നമുക്ക് പിന്നീട് നമുക്ക് സ്റ്റൗ വെച്ചിട്ട് നമുക്ക് ചീഞ്ഞച്ചട്ടിയിൽ അത് മിക്സാക്കി എടുക്കാം, ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ മസാല തേച്ച് വെച്ചിട്ടുള്ള നൂഡിൽസ് ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ അശ്വതി നമുക്കിത് മിക്സാക്കി വെക്കാമല്ലോ. ഇത് ചിക്കൻ ലോലിപോപ്പാണ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് മേടിച്ചതുണ്ട്. ഇനി ഇത് നമുക്കതിൽ കൂടെ 3-4 കാലും കൂടെ ചേർത്ത് വെച്ചിട്ട് ഇതിനകത്ത് മസാല തേക്കാം. നമ്മൾ ഏതാണ്ട് മസാല തേക്കാൻ നമുക്ക് അല്പം ഉപ്പ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൊടുക്കാം. ഇനി നമുക്കൊരു 3-4 സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയധികം ഇതുണ്ടാവുകൊണ്ടാണ് നമ്മളധികം 4 സ്പൂൺ ചേർത്തത്. ഇതിലോട്ട് അല്പം ഷേജ്വാൻ ചട്നിയും, ഷേജ്വാൻ ചട്നി എന്നുള്ളത് റെഡ് കളർ ചട്നി. ഇനി നമുക്ക് അല്പം അജിനോമോട്ടോ ചേർക്കണം. നമുക്ക് ഇതിലോട്ട് ഒരു മുട്ട പൊട്ടിച്ച് വെറൈറ്റി ചെയ്യുന്നതിന് കൊടുത്തിട്ട് ഒരു മുട്ടയും കൂടി ചേർക്കുന്നുണ്ട്. അല്പം മൈദ, ഒരു സ്പൂൺ മൈദപ്പൊടി എന്ന് ചേർക്കുന്നുണ്ട്. അതിലോട്ട് 1 സ്പൂണ് കോൺഫ്ലവർ പൊടിയും ചേർക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് മിക്സാക്കി അല്പം നേരം മാരിനേറ്റ് ചെയ്ത് വെക്കാൻ നോക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആയതുകൊണ്ടാണ് അതിന് ഇത്ര അധികം കളറൊക്കെ വന്നിരിക്കുന്നത്. കളറൊന്നും ചേർത്തിട്ടില്ല. കാശ്മീരി മുളക് പൊടിയാണ് യൂസ് ചെയ്യുന്നത് നമ്മളോട്. അപ്പോൾ അതിലോട്ട്
നമുക്കൊരു അരമണിക്കൂറോളം കഷ്ടി അരമണിക്കൂറോളെങ്കിലും വെക്കണം ഇത്. കാരണം 1 മണിക്കൂറൊക്കെ സുരക്ഷിക്കേണ്ട വേണം. അതിപ്പോൾ അല്പം ഒരു അരമണിക്കൂറിൽ നമുക്കിതൊക്കെ തയ്യാറാക്കി എടുക്കാം. ഞാനിപ്പോൾ അടച്ചോ അല്ലെങ്കിൽ പൊതിഞ്ഞോ വെക്കുന്നില്ല, അതിനങ്ങനെ വെക്കുന്നു. ഇപ്പോൾ തന്നെ നമുക്കത് തയ്യാറാക്കാം. ഈ അടുപ്പത്തോട്ട് ഒരു നമ്മളുടെ ഹാൻഡിലുള്ള ഒരു ചീഞ്ചട്ടി വെച്ചിട്ടുണ്ട്. ചീഞ്ചട്ടി നമ്മുടെ കടായി എന്ന് പറയുന്നത് ഇവിടെ ചീഞ്ചട്ടിയാണ് നമ്മുടെ നാട്ടിലെ ചീഞ്ചട്ടി പറയുന്നത്. അത് സ്റ്റവ് കത്തിച്ച് ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട്. ഒന്ന് നല്ലോണം ചൂടായി ഇടുമ്പോഴേക്കും ആ എണ്ണയിലേക്ക് നമുക്ക് ഈ ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ചതച്ചത് നമുക്ക് ആ എണ്ണയിലോട്ട് ഇട്ടിട്ട് ഒന്ന് നമ്മൾ സ്റ്റവ് താക്കി വെച്ചിട്ട് നമുക്കൊന്ന് എല്ലാം ഇറക്കി കൊടുക്കാം. ചിലപ്പോൾ സ്റ്റവ് താത്തി വെച്ച് കൊടുക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് മൂത്ത് പോകും. മൂത്ത് പോകാതെ നല്ല മണം വരും. ആ സമയം നോക്കി നമുക്കതിനകത്ത് ഈ തയ്യാറാക്കി വെക്കുന്ന നൂഡിൽസ് എല്ലാം കൂടെ ചേർത്ത് ഫ്രൈ ചെയ്യണം. അതിലൊക്കെ നമ്മൾ ഈ ഇപ്പോൾ നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ ഇതെല്ലാം ചേർക്കുന്നുണ്ട്. അത് ഇവിടെ കിട്ടുന്നതാണ്. അതുകൊണ്ട് ഇപ്പോൾ ഞങ്ങൾ ബോംബെ സെറ്റിൽഡാണ്, അതുകൊണ്ടാണ് ഇതിവിടെ കിട്ടുന്നത്. ഇത് നാട്ടിലെ മുകളിലും മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ്. കിട്ടുന്നവർക്ക് ഇത് ഉപയോഗിക്കാം, അല്ലാത്തവർക്ക് നൂഡിൽസുമായിട്ട് മാത്രമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമ്മളത് നോക്കി വന്നാൽ നല്ല മണം വരുമ്പോഴോട്ട് ഇതിലോട്ട് ഇതിൻ്റെ പച്ചമണം മാറാതെ ഇത് നമ്മൾ ക്യാപ്സിക്കം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതൊക്കെ മണം പച്ചമണം മാറിയിട്ട് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതിലേക്ക് നമ്മൾ ഈ ക്യാപ്സിക്കം ഇത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സ്പ്രിംഗ് ഓണിയൻ നമുക്കത് തയ്യാറായതിൻ്റെ ശേഷം അവസാനം നമുക്ക് ഗാർണിഷിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതൊന്ന് വാടി വരുന്നുണ്ട്. നമുക്ക് ഇതിൻ്റെ പച്ചക്കറി മാറണം ക്യാപ്സിക്കത്തിൻ്റെ. ഇതൊക്കെ നോക്കിയാൽ നമുക്കറിയാൻ പറ്റും. ഇതിന് മുറിഞ്ഞ് വീഴുമ്പോൾ നമുക്കിത് നൂഡിൽസ് ഇതിനകത്തോട്ട് കുറേശ്ശെ പിന്നെ ഇത് കുക്കൊന്നുമല്ല. സാധാരണ ഞങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ച് ഇതെല്ലാം കുറേശ്ശെ പഠിച്ചെടുത്തതാണ് കുട്ടികളുടെ ടേസ്റ്റ് അനുസരിച്ചിട്ട്. എനിക്ക് കടയിൽ കിട്ടുന്നേക്കാളും ടേസ്റ്റ് ഞാനില്ലാത്ത ഈ നൂഡിൽസാണെന്ന് ഇത് പറയുന്നുണ്ട്. ആ ടേസ്റ്റ് എല്ലാവരും കഴിക്കാമെന്ന് വിചാരിച്ചിരിക്കുന്നതാണ് പറ്റുന്നത്. കൈകൊണ്ടൊക്കെ കൂട്ടി തന്നെ തന്നെ കൈ കൂട്ടി വെച്ചാണ് ഹൈ ഫ്ലെയിമിലാണ് അത് വെച്ചാക്കുന്നത്. എന്നാലേ ഇങ്ങോട്ടൊക്കെ നല്ല വരും. 10 മിനിറ്റോളം തന്നെ നമുക്ക് ഇളക്കി വെച്ച് കൊടുക്കണം ഇതിനൊക്കെ. എന്നാലേ ഇതെല്ലാം മസാലയും ഇതെല്ലാം കൂടി ചേർന്ന് നല്ലൊരു ടേസ്റ്റായിട്ട് വരുന്നുണ്ട്. നമുക്ക് ചിക്കൻ ആണെങ്കിലും മുട്ടയാണെങ്കിലും ഇട്ടിട്ട് എഗ് ഫ്രൈഡ് നൂഡിൽസോ നമുക്ക് ചിക്കൻ നൂഡിൽസും ആക്കാം അല്ലേ? മുട്ട നമുക്ക് വേറൊരു പാത്രത്തിലിട്ട് കുട്ടിച്ച് വെച്ച് പൊരിഞ്ഞ പോലെയൊക്കെ ഉണ്ടാക്കി ഇതിനകത്തൊക്കെ മിക്സാക്കാം. അങ്ങനെ നമുക്ക് ചിക്കൻ ഫ്രൈ ചെയ്താൽ അതും ചേർത്ത് കഴിക്കാം. അപ്പോൾ ചിക്കൻ ഒരു വെജിറ്റേറിയൻ ആണെങ്കിൽ നൂഡിൽസ് മാത്രം എടുക്കാം. അതിലേക്ക് മുട്ടയോ ചിക്കനോ എടുക്കണ്ട. അപ്പോൾ ഞങ്ങളിവിടെ ഉപയോഗിക്കുന്നത് ഞങ്ങളുടെ ഇവിടെ കിട്ടാൻ അവൈലബിൾ ആയിട്ടുള്ള ഒരു കമ്പനിയുടെയാണ്, ചിങ്സിൻ്റെയാണ് ഉപയോഗിക്കുന്നത്. അത് ഈ നൂഡിൽസിൻ്റെ പാക്കറ്റ് അവിടെ നമ്മൾ കിട്ടിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അവിടെ എവിടെയാണോ താമസിക്കുന്നത് അവിടെ അങ്ങനെ കിട്ടാവുന്ന കമ്പനിയുടെ നൂഡിൽസ് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണത്. പിന്നെ സോയാ സോസിൻ്റെ പാക്കറ്റ് ഇതെല്ലാം ഞാൻ കാണിച്ചതാണ്. ചട്നി ഇതെല്ലാം ഇങ്ങനത്തെ തന്നെയാണ്. ഇത് വിനേഗറാണ്. അത് നമ്മൾ അത് അരയ്ക്കുന്ന സമയത്ത് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം അരയ്ക്കുമ്പോൾ അതും കൂടി കുറച്ച് ഉടപ്പ് ഒഴിച്ചിട്ട് ചേർത്തിട്ടാണ് അത് അരച്ചെടുക്കുന്നത്. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ലോണം നമുക്കത് ഇത് ശരിയായിട്ടുണ്ട്. ഫ്ലെയിം നമ്മളൊന്ന് ഓഫ് ചെയ്തതിന് ശേഷം
നമുക്ക് വീട്ടിലേക്ക് കെട്ടി നമുക്ക് ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈ സ്പ്രിംഗ് ഓണിയൻ ഇതിൻ്റെ മീതെ ഇട്ടിട്ട് ഗാർണിഷ് ചെയ്ത് നല്ല കളർഫുള്ളായിട്ടുണ്ടല്ലേ. ഇതാണ് നമ്മുടെ ഇന്നത്തെ നൂഡിൽസിൻ്റെ ഈ ഐറ്റം കൂടി ഉണ്ടാക്കുന്നുണ്ട്. അത് ചിക്കൻ ഫ്രൈ ആണ്, അതും കൂടി തയ്യാറായിട്ട് അതും കാണിക്കുന്നതാണ് ഇന്നത്തെ. നമ്മൾ ഈ കടായി ഒന്നും കൂടി അടുപ്പത്തോട്ട് വെച്ചിട്ട് അതിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് ചിക്കൻ ഫ്രൈ ആണ് ഇപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത്. ചിക്കൻ ലോലിപോപ്പ് അല്ലേ? ആ ചിക്കൻ ലോലിപോപ്പ്, ചിക്കൻ കാലൊക്കെ ഉണ്ട്. അപ്പോൾ ചിക്കൻ ഫ്രൈ ആണ് അത്. ലോലിപോപ്പ് ഫ്രൈ, കാല് ഫ്രൈ, എങ്ങനെ വേണമെങ്കിലും പറയാം. ഇപ്പോൾ എണ്ണ ഉണ്ടാക്കുമ്പോൾ പിന്നെ അവരോട് കുഞ്ഞുണ്ട് ഇവിടെ, അവളെ ഞാൻ എടുക്കാം. പക്ഷേ ഞാൻ ഉണ്ടാക്കാം. അശ്വനി ഒന്നും ശരിയാക്കി ചൂടാവട്ടെ, എന്നിട്ട് നമുക്ക് ഇടാം. എണ്ണ ചൂടായി തോന്നുന്നു. നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് സ്വിം ചെയ്ത് വെച്ചിട്ട് നമുക്ക് ചിക്കൻ ഇടാം. നമുക്ക് ഓരോന്നായിട്ട് ഇടാം. ഒന്ന് മിക്സ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പോൾ കറക്റ്റായിട്ട് നമുക്ക് മസാലകൾ വരും. ആദ്യം ഇതൊക്കെ കൂട്ടി കൊടുക്കാം. ഒന്ന് ശരിക്കും പിടിച്ചതിന് ശേഷം നമുക്ക് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഒരു സൈഡ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്ക് മറ്റേ സൈഡിലേക്ക് ഓരോന്നായിട്ട് മാറ്റിയിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സ്ട്രീമിൽ തന്നെ വെച്ചാൽ മതി. സ്ലോയിൽ വെച്ചാലും മതിയോ മീഡിയത്തിൽ നിങ്ങളുടെ അതിനനുസരിച്ച് ചിക്കൻ്റെ ഇതിനനുസരിച്ച് എന്താക്കി ചെയ്യാം. ശരിക്കും ആയിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഒരു 2 മിനിറ്റ് കൂടെ വെച്ചതിന് ശേഷം നമുക്കിത് വറുത്ത് കൂടിയിടാം. ചിക്കൻ കഴിക്കുമ്പോൾ വന്നിട്ടുണ്ടോ നമ്മുടെ? ഇതായി നമുക്കത് പത്ത് കോഴിയിടാം. 10 കോഴി മാറ്റി എന്നിട്ട് അടുത്ത് സെറ്റ് ചെയ്യാം. ചാടി പോയി. അല്ലാതെ പുറത്തേക്ക് കയറാനായിട്ട് ബാക്കിയുള്ള ഇതും കൂടെ കറിയും കൂടെ ഒന്നുകൂടെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്കത് വറുത്ത് കോരാം. ചിക്കൻ തന്നെ സൈഡിൽ സ്ഥലമുള്ളത് കാരണം നമുക്കത് ഇതും കൂടെ മിക്സ് ചെയ്ത് വറുക്കാം. ഒരു 2 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കത് സിമ്മിലേക്ക് മാറ്റാം. ചിക്കൻ നല്ലോണം മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ചില വലിയ കുഞ്ഞുള്ള കാരണം അതുപോലെ അങ്ങോട്ട് പോയിട്ട് കുഞ്ഞിട്ട് അങ്ങനെ മാറ്റി മാറ്റി പിടിക്കാൻ നടക്കില്ല. 2 ആൾ നമ്മൾ 2 പേരും കൂടി ചേർന്നുണ്ടാക്കുന്നതാണ്. നമുക്ക് ഫ്ലെയിം ഇതെല്ലാം ഓഫ് ചെയ്തിട്ടുണ്ട്.
ഇതാണ് നമ്മുടെ നൂഡിൽസ്. സ്പ്രിംഗ് ഓണിയൻ എല്ലാം ഇട്ടിട്ട് ഗാർണിഷ് ചെയ്തിട്ടുള്ള നൂഡിൽസാണ്. ഇത് നമ്മുടെ ലോലിപോപ്പും ചിക്കനും. നമ്മുടെ ലെഗ് ഫ്രൈയും ഉണ്ട്, ലോലിപോപ്പിൻ്റെ കാലിൻ്റെ ഫ്രൈ. ജിവേൻ Cheese. You like it? Like it? Only one piece? But it's not. ജിവേൻ Okay, so ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും വീഡിയോ കണ്ട് അത് ട്രൈ ചെയ്തിട്ട് അതിൻ്റെ എന്താണെന്ന് റിസൾട്ട് നിങ്ങളുടെ എക്സ്പീരിയൻസ് എല്ലാം കമന്റ് ബോക്സിൽ ഇടാവുന്ന. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ. ബൈ ബൈ.